ഈ 2020 യോഗത്തിൽ സാബു ജേക്കബ് പറഞ്ഞ കാര്യവും ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങളും അതിലുണ്ടായിരുന്ന വിളംബരങ്ങളും ഒക്കെ ഒരുപക്ഷെ കേരളം എക്കാലവും ആഗ്രഹിച്ചിരുന്നത് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും 2020 പോലുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ഒരുപക്ഷെ ഇടത് വലത് പാർട്ടികൾക്ക് എക്കാലത്തും ഒരു ഭീഷണി തന്നെയായിരിക്കും. പക്ഷെ അവിടെ ഭീഷണി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കണമോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം രാജ്യത്തിൻ്റെ നാടിൻ്റെ നന്മയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ ഭരിച്ചാലേ ഈ രാജ്യം നന്നാവുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ആണ് കഴിഞ്ഞ നാളുകളിൽ ഒക്കെ ഇവിടെ ഭരിച്ച് നന്നാക്കിയത്, അതുകൊണ്ട് ഞങ്ങളിലൂടെ മാത്രമേ ഇവിടെ വികസനം ഉണ്ടാവുള്ളൂ, ഞങ്ങൾ ഭരിച്ചാലേ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ, ഞങ്ങളെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ മതി എന്നുള്ള നിലപാടിന് പകരം ആര് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, നാടിൻ്റെ വികസനത്തിന് വേണ്ടി, പുതിയ തലമുറയുടെ ഭാവി വാഗ്ദാനങ്ങളായ തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവരോട് ചേർന്ന് നിൽക്കുകയും അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നതിന് പകരം ഈ പാർട്ടികളൊക്കെ തന്നെ ചെയ്യുന്നു. ഇപ്പം കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിൽ തന്നെയും മത്സരിച്ചിട്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കുന്ന ജനങ്ങളാണ് 2020 കൂടെയോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടികളുടെ കൂടെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു കാലത്ത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിന്നിരുന്നു. ഒരു പരിധിവരെ ഇപ്പോഴും ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെ ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് ദുരിതം അനുഭവിക്കുന്നവരുടെ, അല്ലെങ്കിൽ ഡൗൺ ട്രോഡനായിട്ട് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരുടെയും, വിദ്യാഭ്യാസം കുറഞ്ഞ ഇപ്പം പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആൾക്കാരെയും, വിദ്യാഭ്യാസം കുറഞ്ഞവരെയും, താഴേക്കിടയിലുള്ള ജോലികൾ എന്ന് പറഞ്ഞാൽ എല്ലാ ജോലികൾക്കും മഹത്വം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൽപ്പിച്ചു വെച്ചിരുന്ന ചില ജോലികളുണ്ട്. ഇത് മോശം ജോലിയാണ്, അല്ലെങ്കിൽ ഇത് എല്ലാവരും ചെയ്യത്തില്ല, ഇത് ചെയ്യാൻ അവരെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്ന കുറേ ജോലികളുണ്ട്. ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി. ഇപ്പോൾ എല്ലാവരും ബിടെക് പഠിച്ചവനും തെങ്ങ് കയറാൻ പോകുന്നുണ്ട് അഭിമാനത്തോടെ, ബിടെക് പഠിച്ചവനും ചായ കച്ചവടം നടത്തുന്നുണ്ട്, മീൻ കച്ചവടം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അക്കാദമിക് യോഗ്യതയുള്ളവർ എന്തെല്ലാം ജോലികൾ ഏർപ്പെടുന്നു. പക്ഷേ അന്ന് വരെ, ഒരു പരിധി വരെ, ഈ ഇന്ന ജോലികൾക്ക് ഇന്നയാൾ എന്നുള്ള രീതിയിൽ ഒരു ഭ്രഷ്ട് അല്ലെങ്കിൽ ഒരു താഴ്ന്ന നിലവാരം കൽപ്പിച്ചിരുന്ന ജോലികൾ ചെയ്തിരുന്ന ആൾക്കാരെയും, വിദ്യാഭ്യാസം ഇല്ലാത്തവരെയും, സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ സാധാരണ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് ഭീഷണിയായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരെ ഒക്കെ കൂടെ ചേർത്തുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് അവരിലൂടെ വളർന്നു വന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അന്നത്തെ കാലത്ത് ഈ പറയുന്ന നേതാക്കന്മാരായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന AKG പോലെയുള്ള, EMS പോലെയുള്ള, പിന്നെ സുശീല ഗോപാലൻ പോലെയുള്ള പിന്നെ പാർട്ടി നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. ഇനി അറ്റത്തെ എന്തിലോട്ട് പോവുകയാണെങ്കിൽ നല്ല ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരു പക്ഷേ ഇ.കെ. നായനാരെ നമ്മൾ ഉയർത്തിക്കാട്ടാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു അധസ്ഥിത വർഗത്തിൻ്റെ വോട്ടോടു കൂടി അധികാരത്തിൽ വന്ന് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച് വന്ന ഒരു പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലവാരങ്ങൾ, ഇപ്പോഴത്തെ അവരുടെ പ്രകടനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് തികച്ചും നിരാശാജനകമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ അവസ്ഥയിൽ കോൺഗ്രസ്സിൽ വലിയ പ്രതീക്ഷയൊന്നും, കാരണം കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ പിന്നെ അവർ ഭരിച്ചു, ഇടതുമാറി ഭരിച്ചു. പിണറായി വിജയൻ സഹാവിൻ്റെ സർക്കാർ ഇപ്പോൾ ഏതാണ്ട് 7.5 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇവർ ഭരിച്ചപ്പോഴൊന്നും തന്നെ ഉയർത്തിക്കാട്ടാതിരുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ സാബു ജേക്കബ് എണ്ണി അക്കമിട്ട് 5 വർഷം, അടുത്ത 10 വർഷം ഞങ്ങളെ ഏൽപ്പിക്കൂ, ഞങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം നൽകാം, ഞങ്ങൾ ഇതിനൊരു പരിഹാരം നൽകാം, അടിസ്ഥാന വികസനം, അവർ തീരദേശ ആൾക്കാരെ, അതുപോലെ തന്നെ മലയോര കർഷകരെ, അതുപോലെ തന്നെ
താഴേക്കടയിലുള്ള മറ്റുള്ള പിന്നെ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ റോഡുകൾ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി, ഇതിനെല്ലാം അക്കമിട്ട് പണ്ട് ഒബാമ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു ഫോർ എ ചേഞ്ച്, വോട്ട് ഫോർ എ ചേഞ്ച്, വോട്ട് ഫോർ എ ചേഞ്ച് എന്ന് പറയുന്ന രീതിയിലേക്ക് സാബു ജേക്കബിൻ്റെ പ്രസംഗം വളരെ സ്വാഗതാർഹം തന്നെയാണ്. കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് 2020 ഒരു തവണ കൊടുത്തുകൂടാ? എന്തായാലും 5 വർഷം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു അപവാദം ഈ കഴിഞ്ഞ പ്രാവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ ഭേദമന്യേ എന്തുകൊണ്ട് 2020 ഒരു ചാൻസ് കൊടുത്തുകൂടാ? അടുത്ത വർഷം വീണ്ടും ഇലക്ഷൻ വരുമല്ലോ. അവർ മോശമാണെങ്കിൽ വലിച്ച് താഴെ ഇടാമല്ലോ. അത് ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെയാണ്. അതാണ് എൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം. എന്തുകൊണ്ട് ഒരു തവണ 2020 നമുക്ക് അവസരം കൊടുത്തുകൂടാ? കാരണം അവരത് തെളിയിച്ച് തന്നിരിക്കുന്ന സ്ഥിതിക്ക് അവിടെയുള്ള 17 പഞ്ചായത്തുകളും അവർ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്തിട്ടാണല്ലോ. എന്തായാലും ബാലറ്റ് പേപ്പറിലാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ ചെന്ന് നോക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഈ രാഷ്ട്രീയ വ്യത്യാസ ഭേദമന്യേ എന്തുകൊണ്ട് ഒരവസരം കൊടുത്തുകൂടാ എന്നൊരു ചോദ്യം മാത്രമേ ഇതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ളൂ. വോട്ട് ചെയ്യുന്നവർ പിന്നെ അതാലോചിക്കുക. ഒരുപക്ഷെ കോൺഗ്രസ് അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെച്ചേക്കാം. ഇടതുപക്ഷം ഒരു പ്രാവശ്യം കൂടെ വന്നാൽ ഒരുപക്ഷെ മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെച്ചേക്കാം, പറയാൻ പറ്റില്ല. നവകേരള സദസ്സിൻ്റെയൊക്കെ പിന്നെ യാത്രയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന റിപ്പോർട്ടൊക്കെ ക്രോഡീകരിച്ച് ഒരു മികച്ച ഭരണം കാഴ്ചവെച്ചേക്കാം. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് എന്തുകൊണ്ട് ഇത്രയും നാൾ മാറി അവർ ഭരിച്ചത് കൊണ്ട് ഒരു പ്രാവശ്യം എന്തുകൊണ്ട് 2020 അല്ലെങ്കിൽ 2020 അലയൻസിന് ഒരു അവസരം കൊടുത്തുകൂടാ എന്നത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളായിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് പിടിച്ചോ പറയുന്നതല്ല. പക്ഷേ എന്തുകൊണ്ടൊരു ചാൻസ് കൊടുത്തുകൂടാ? ഒരു ചാൻസല്ലേ അവർ ചോദിക്കുന്നുള്ളൂ. അതാണ് ചോദ്യം. ഓക്കെ, താങ്ക് യു സുനിൽ. നമ്മുടെ കിറ്റക്സ് സാബുവിൻ്റെ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അദ്ദേഹം കേരളത്തോട് അല്ലെങ്കിൽ അവിടെ കൂടിയ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ ചില വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഞാൻ കേട്ടു. അതിനുവേണ്ടി എൻ്റെ ഒരു നിർദ്ദേശമാണ്, അത് കിഴക്കമ്പലം കൊണ്ടോ അല്ലെങ്കിൽ 4 പഞ്ചായത്തുകളിലെ ഒരു പൊതുയോഗമായിട്ടത് മാറ്റിയിട്ട് കാര്യമില്ല. കഴിയുമല്ലാതെ ആയിത്തീരണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സാധിക്കുമെങ്കിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും എന്ന് ഞാനങ്ങ് പറയുക. അത് എല്ലാം പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 14 ജില്ലകളല്ലേ നമുക്കുള്ളൂ, ഒരു 14 പൊതുസമ്മേളനങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തണം, എന്നെങ്കിലേ പച്ച പിടിക്കത്തുള്ളൂ. അവിടെ നിന്നുകൊണ്ട് കേരളം വരണമെന്ന് പറഞ്ഞാലൊക്കെ അത് അവിടെ നിൽക്കുന്നവരേ ഉള്ളൂ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ കൂടെ അത് പ്രചരിക്കുന്ന കാര്യമൊക്കെ ശരിയാണെങ്കിലും ഓരോ ജില്ലകളിലും ഒരു പൊതുസമ്മേളനം നടത്തി പ്രഖ്യാപനങ്ങൾ നടത്തിയ ഇവന്മാർ മൊത്തം വിറയ്ക്കും. കിറ്റക്സ് പ്രസ്താവിൻ്റെ കയ്യിൽ ഭരണവും ഇരിക്കും. ജനങ്ങൾക്ക് സുഖമായിട്ട് കഴിയുകയും ചെയ്യുക. ആ വിധം നിങ്ങളൊക്കെ പ്രവർത്തിക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.